മാതാവിൽ വിശ്വസിക്കുന്നവരുടെ അഭയകേന്ദ്രങ്ങളിലൊന്നായ ഫാത്തിമയിലെത്തിയിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ. അപ്പോൾ ഞങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഒരു സ്ഥലമായിട്ടുള്ള ഫാത്തിമയിലാണ്. അപ്പച്ചനെ അമ്മച്ചിനെ കൊണ്ടുവരാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമ്മൾ ബസ് ടെർമിനലിൽ അവിടെ ഇറങ്ങിയിട്ട് ഈ വഴിക്ക് നടന്ന് കുറച്ചൊരു ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ പള്ളിയുടെ ഭാഗത്തേക്കൊക്കെ നമ്മളെത്തും. അപ്പോൾ അധികം നമ്മൾ ഹോട്ടലിലേക്ക് പോകുന്നത്. അപ്പോഴൊക്കെ നല്ല നല്ല രസമുള്ള നല്ല നടക്കാൻ പറ്റിയ നല്ല വഴികളൊക്കെ ആട്ടോ ഇവിടെ. കുറച്ച് ദൂരം ഇങ്ങോട്ട് നടന്ന് വളരെ കുറച്ചുള്ളൂ ഇവിടെ, അധികം ദൂരമൊന്നുമില്ല. നടന്നു കഴിയുമ്പോൾ നമുക്കിത് ആദ്യത്തെ ബസ്സിലേക്ക് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതിനുള്ളിൽ കയറുന്നില്ല, നമ്മൾ നേരെ ഹോട്ടലിൻ്റെ അടുത്തേക്ക് പോകുന്നത്. ഇവിടെ എല്ലാം വന്ന് നമുക്കിത് കറങ്ങി കാണാനുള്ളതാണ്. ചെറിയ കാറ്റുണ്ടെന്ന് ഇവിടെ, പക്ഷെ നല്ല കാലാവസ്ഥയാണ്. കാരണം ക്ഷീണമുണ്ടാവില്ല, കാരണം തുറന്ന സ്ഥലത്തല്ലാത്ത സമയത്ത് നല്ല വെയിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല പറ്റിയ കാലാവസ്ഥയാണെന്ന്. 1917 മെയ് 13 ഫ്രാൻസിസ് ജസീന്ത ലൂസി എന്നീ കുട്ടികൾക്ക് മുന്നിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് കരുതുന്ന സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. തുടർന്ന് ആ വർഷം തന്നെ ഒക്ടോബർ 13 പിന്നീട് തുടർച്ചയായും ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് വിശ്വസിച്ചു വരുന്നു. ഇത് കേട്ടറിഞ്ഞ നിരവധി ആളുകളാണ് ഈ സ്ഥലം സന്ദർശിക്കാൻ ഇവിടെ എത്തിയത്. 1930 സഭ ഇക്കാര്യം അംഗീകരിക്കുന്നത്. തുടർന്ന് വിശ്വാസികളുടെ വലിയൊരു ഒഴുക്കായിരുന്നു ഇങ്ങോട്ട്. ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ താമസ സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ ദേവാലയത്തിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഞങ്ങളുടെ താമസ സ്ഥലം തയ്യാറാക്കിയിരുന്നത്. ഇനി മാതാവിന്റെ അടുത്ത് ചെല്ലണം, പ്രാർത്ഥിക്കണം, ഇവിടുത്തെ കാഴ്ചകൾ കാണണം. വലിയൊരു ഗ്രൗണ്ടാണിത്. ഇതിന്റെ ഏറ്റവും അറ്റത്തായി നമുക്കൊരു പുതിയൊരു പള്ളി കാണാം. പരിശുദ്ധ തൃത്വത്തിന്റെ പേരിലുള്ള ആ ബസിലേക്ക് നമ്മൾ പിന്നീട് പോകുന്നുണ്ട്. ആദ്യം നമ്മൾ മെഴുകുതിരി കത്തിക്കാനാണ് പോകുന്നത്. മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് കരുതുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെയാണിത്. മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തിന് തൊട്ട് പിറകിലായി ഇവിടുത്തെ മനോഹരമായ പഴയ ദേവാലയം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെയാണ് 3 പേരുടെയും ശവക്കല്ലറുകൾ സ്ഥിതി ചെയ്യുന്നത്. മുട്ടിലഴിയുന്ന ഒത്തിരി പേരിവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ തിരി കത്തിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ തിരി ആദ്യം ഇവിടെ നിന്ന് മേടിച്ചിട്ട് അവിടെ പോയി കത്തിക്കാനായിട്ട്. പലരുടെ തൊട്ട് മുമ്പിൽ തന്നെയാണിത്. ഇവിടെ പല സൈസിലുള്ള തിരികളൊക്കെ ഇരിക്കുന്നുണ്ട്, പല അളവിലൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇവിടെ നിന്നുള്ളൊരു തിരിയാണ് എടുക്കുന്നത്. 60 സെന്റ് മുതലുള്ള തിരികളുണ്ട് കേട്ടോ. 60 സെന്റ് 290. ഈ തിരിക്ക് 290 ഇത് 60-ൻ്റെയാണ്. അപ്പോൾ തിരി എടുത്ത ശേഷം നമ്മൾ പൈസ ഓഫർത്തെ ഇവിടെ അകത്തേക്ക് ഇട്ടാൽ മതി. പൈസ മേടിക്കാനൊന്നും ഇവിടെ ആരുമില്ല. ഓഫർ ഇതുപോലെ ഇട്ടാൽ മതി. ഇതുപോലെ നമ്മൾ സ്ഥലത്തേക്ക് ഇട്ടാൽ മാത്രം മതി. നമ്മൾ കൃത്യമായിട്ടുള്ള തുക ഇടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിടാം. കുറച്ചുകൂടെ ആരും ചോദിക്കാനൊന്നുമില്ല. പക്ഷേ നമ്മളൊരു വിശുദ്ധ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. നമ്മൾ വന്നിരിക്കുന്ന കാര്യം ഇതുപോലുള്ള തെറ്റുകളിൽ നിന്നുള്ള മോചനമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും അങ്ങനെയൊക്കെ ഒന്നും ചെയ്യില്ല എന്ന് ഇവരും വിശ്വസിക്കുന്നു, ഞങ്ങളും വിശ്വസിക്കുന്നു. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് മാപ്പുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, പ്രോഗ്രാമുകൾ ലിസ്റ്റുകളൊക്കെ എടുത്ത് കാണാൻ പറ്റും. ഇറ്റാലിയനിൽ രാവിലെ 8 മണിക്കായിരുന്നു. പോയാലോ? ഓക്കെ, നാളെ കാണാം. ഓക്കെ ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമുകളുടെ കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ലിസ്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇതിനകത്ത് നോക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് കുർബാനയുണ്ട്. ഇറ്റാലിയൻ കുർബാന രാവിലെ ആയിരുന്നു. ഇപ്പോൾ ആദ്യം പോയിട്ട് മെഴുകുതിരി എത്തിച്ചേരാം. മെഴുകുതിരി എല്ലാവരും മേടിച്ചിട്ടുണ്ട്. ഇവിടെയാണ് മെഴുകുതിരി കത്തിക്കുന്ന സ്ഥലം. മാതാവ് പ്രത്യക്ഷപ്പെട്ടവരെന്ന് കരുതുന്ന പള്ളി അതാണ്, ചാപ്പൽ അതാണ്. ഇതിനുശേഷം മാതാവ് പ്രത്യക്ഷപ്പെട്ട കപ്പലയിൽ ഇംഗ്ലീഷിൽ കുർബാനയുണ്ട്. അതിൽ സംബന്ധിക്കുകയാണ് ഞങ്ങൾ. മാതാവ് പ്രത്യക്ഷപ്പെട്ട ഓക്കുമരം നിന്ന സ്ഥലത്താണ് ഇന്ന് ഈ ചാപ്പൽ സ്ഥിതി ചെയ്യുന്നത്. പിന്നീട് ആ മരം ഉണങ്ങിപ്പോയെന്നും പറയപ്പെടുന്നു. ഇനി ഞങ്ങൾ പോകുന്നത് ഇവിടുത്തെ പഴയ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയത്തിനുള്ളിലേക്കാണ്. ജപമാല രാജ്ഞിയുടെ പേരിലുള്ള ഈ ദേവാലയത്തിലാണ് 3 പേരെയും അടക്കം ചെയ്തിരിക്കുന്നത്. ജസീന്ത, ഫ്രാൻസിസ് എന്നിവർ സഹോദരങ്ങളാണ്. 1917 ഈ സംഭവത്തിന് ശേഷം അധികം വൈകാതെ അവർ സ്പാനിഷ് ഫ്ലൂ ബാധിച്ചു മരിച്ചിരുന്നു. 2000 മെയ് 13 ഇവരെ വാഴ്ത്തപ്പെട്ടവരായി സഭ പ്രഖ്യാപിച്ചു. ഒപ്പമുണ്ടായിരുന്ന ഇവരുടെ കസിൻ കൂടിയായ ലൂസി പിന്നീട് മഠത്തിൽ ചേരുകയും 2005 മരിക്കുന്നതുവരെ സന്യാസിനിയായി ജീവിക്കുകയും ചെയ്തു. ഫാത്തിമ മാതാവിന്റെ മധ്യസ്ഥതയാൽ നിരവധി അത്ഭുതങ്ങൾ ഓരോ വർഷവും സംഭവിക്കുന്നതിനാൽ മാതാവിന്റെ മധ്യസ്ഥം യാചിച്ച് നിരവധി തീർത്ഥാടകരാണ് ഓരോ വർഷവും ഇവിടെ എത്തുന്നത്.
ദേവാലയത്തിലിരുന്ന് അല്പനേരം പ്രാർത്ഥിച്ച ശേഷം ഫ്രാൻസിസിന്റെയും ജസീന്തയുടെയും ലൂസിയുടെയും ശവക്കല്ലറകൾ കാണാൻ വേണ്ടി പോവുകയാണ് ഞങ്ങളിപ്പോൾ. ലൂസി, ജസീന്ത എന്നിവരുടെ ശവക്കല്ലറകൾ ഈ പള്ളിക്കുള്ളിൽ ഇടത് സൈഡിലായിട്ടും വലത് സൈഡിൽ ഫ്രാൻസിസിന്റെ ശവക്കല്ലറയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്പനേരം ഇവിടെയെല്ലാം പ്രാർത്ഥിച്ച ശേഷം ഇനി ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങണം. കാരണം ഇവരുടെയെല്ലാം ഭവനങ്ങൾ സന്ദർശിക്കണം. അപ്പോൾ ഞങ്ങൾ മാതാവിന്റെ പള്ളിയിൽ കണ്ട ശേഷം ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയാണ്. ഇനി പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വീട് കാണണം. ഇവിടെ നിന്നും ഏകദേശം 4 കിലോമീറ്റർ ദൂരമുണ്ട് അവരുടെ വീട്ടിലേക്ക്. ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനോഹരമായ ചെറിയൊരു ഗ്രാമത്തിലാണ് ഇവരുടെ വീടുകൾ സ്ഥിതി ചെയ്യുന്നത്. വഴിക്ക് ഇരുവശവും നിരവധി സോവനീർ ഷോപ്പുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പായി ഇവിടെയെല്ലാം കയറി സാധനങ്ങൾ വാങ്ങാനുള്ളതാണ്. ജസീന്തയും ഫ്രാൻസിസും സഹോദരന്മാരാണ്. ആദ്യം അവരുടെ വീടാണ് സന്ദർശിക്കുന്നത്. 1888 ഒരു പോർച്ചുഗീസ് ഭവനമാണിത്. അന്നത്തെ കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെല്ലാം ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവർ കിടന്നിരുന്ന മുറികളും അവർ കിടന്ന കട്ടിലുകളെല്ലാം ഇവിടെ അതുപോലെ തന്നെ സൂക്ഷിച്ചിരിക്കുന്നു. പഴയ കാലത്തെ ഒരു ചെറിയ പോർച്ചുഗീസ് ഭവനം എങ്ങനെയായിരുന്നു എന്ന് ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ മനോഹരമായ ചെറിയ ഭവനം സന്ദർശിച്ച ശേഷം ഞങ്ങൾ ഇതിന് നേരെ എതിർവശത്തായി സ്ഥിതി ചെയ്യുന്ന ഇവരുടെ മാതാപിതാക്കളുടെ ഭവനം സന്ദർശിക്കാൻ പോവുകയാണ്. ജസീന്തയും ഫ്രാൻസിസും ജനിച്ചപ്പോൾ ഉണ്ടായിരുന്ന കട്ടിലും ജസീന്ത അസുഖമായിരുന്നപ്പോൾ കഴിഞ്ഞ കട്ടിലും ഫ്രാൻസിസ് മരിച്ച കട്ടിലുമെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഈ ഭവനത്തിനുള്ളിലാണ്. ഇവിടെയും പഴയകാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ സിസ്റ്റർ ലൂസിയുടെ ഭവനം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല. അതും ഇതിനടുത്ത് തന്നെയാണ്. യൂറോയും 5 സെന്റും കൂടി ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് പറയണത് ആ പടം ഇങ്ങനെ വരുന്നേ കണ്ട 5 സെന്റിന്റെ ഉള്ളിൽ ഇത് ഇങ്ങനെ വരുന്നേ. ഇത് 5 സെന്റ് അതിന്റെ ഉള്ളില് ഇപ്പൊ 1 യൂറോയും 5 സെന്റും കൂടി ഇടണം. ഈ സ്ഥലങ്ങളെല്ലാം വളരെ മനോഹരങ്ങളാണ്. തിരിച്ചു ചെന്ന് ഞങ്ങൾക്ക് മെഴുകുതിരി പ്രദർശനത്തിൽ പങ്കെടുക്കണം. ഇവിടെ നിന്നും ഫാത്തിമയിലെ പ്രധാന ദേവാലയത്തിലേക്ക് തിരിക്കുന്നതിന് മുമ്പായി അല്പം സോവനീറുകളും മറ്റും വാങ്ങാനായി ഞങ്ങൾ കടകളിൽ കയറിയിരിക്കുകയാണ്. ലോകത്ത് ഏറ്റവും അധികം കോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് പോർച്ചുഗൽ. കോർക്ക് ഉപയോഗിച്ച് നിരവധി ഉൽപ്പന്നങ്ങളും ഇവർ ഇവിടെ നിർമ്മിക്കുന്നു. ഇപ്പൊ തിരി കത്തിച്ചുള്ള പ്രദർശനത്തിനായിട്ട് വന്നിരിക്കുകയാണ്. അത് ഈ ഇവിടെ നിന്നാണ് തുടങ്ങുക. അതിന് പൊതുവെ ലൂർദിനെ അപേക്ഷിച്ച് വളരെ ആളുകൾ കുറവാണ് ഇവിടെ. ഇപ്പോൾ പ്രത്യേകിച്ച് കാലാവസ്ഥ ഒരാൾ ചെറിയ മോശമാണ്. മോശം എന്ന് പറഞ്ഞാൽ ഈ കാലാവസ്ഥ കുഴപ്പമില്ല, പക്ഷെ ചെറിയ തണുപ്പുണ്ട്. ഞങ്ങൾ ജാക്കറ്റൊക്കെ ഇടുന്നു. രാവിലെ മഴയല്ല, ചെറിയ കാറ്റുണ്ട്. മാതാവ് പ്രതിഷ്ഠപ്പെട്ട സ്ഥലത്തുള്ള ചാപ്പലിൽ നിന്നുമാണ് ഇവിടെ മെഴുകുതിരി പ്രദർശനം തുടങ്ങുക. പ്രദർശനത്തിന് മുന്നോടിയായി പല ഭാഷയിൽ ഇവിടെ ജപമാലയുണ്ട്. Luz de Cristo, ilumina telenaina, alena telenaina, aleluia. Livrai-nos abençoar estas velas que acendemos em vosso louvor e por intercessão da Virgem. Glória ao Pai, ao Filho e ao Espírito Santo, ao Deus que é, que era e que vai. Santa Maria, Madre di Dio, prega per noi peccatori, adesso e nell'ora della nostra morte. Amen. Medichiamo la transfigurazione. E aia ante ti, con Deus homens fazem Ave Maria.
ഞങ്ങൾ മാത്രമല്ല, അമേരിക്കയിൽ നിന്നും നിരവധി മലയാളികൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിനിടയിൽ അവരെ ചിലരെയെല്ലാം ഞങ്ങൾ കണ്ടുമുട്ടി. മെഴുകുതിരി പ്രദർശനത്തോടെ ആദ്യ ദിവസത്തെ ഞങ്ങളുടെ തീർത്ഥയാത്ര അവസാനിച്ചു. രണ്ടാം ദിവസം രാവിലെ തന്നെ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യണം. പോകുന്ന വഴിയിലാണ് ഞങ്ങൾ ഇവിടുത്തെ ഏറ്റവും വലിയ ദേവാലയമായ പരിശുദ്ധ ത്രിത്വത്തിന്റെ നാമത്തിലുള്ള ആ ബസിലിക്ക സന്ദർശിക്കാൻ. തകർക്കപ്പെട്ട ബെർലിൻ മതിലിന്റെ ചെറിയൊരു ഭാഗം ദേവാലയത്തിന്റെ തൊട്ടടുത്ത് തന്നെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. മുട്ടിൽ പോകുന്നുണ്ട് ആ വഴിയിൽ കൂടെ. ഇവിടുത്തെ പഴയ ബസിലിക്കയാണ് നേരെ കാണുന്നത്. തൊട്ടടുത്തതിനായി മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം. ഇതിന്റെ ഇപ്പുറത്തായി നമുക്ക് പുതിയ ദേവാലയം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് പുതിയ ദേവാലയം. ഈ രണ്ട് ദേവാലയങ്ങൾക്കും ഇടയിലുള്ള വിശാലമായ സ്ഥലത്തിന് താഴെയായി നിരവധി ചാപ്പലുകൾ വേറെയുമുണ്ട് ഭൂമിക്കടിയിൽ. അവിടെ നടക്കുന്ന വിശുദ്ധ കുർബാനയുടെ സമയമെല്ലാം ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. പഴയ ബസിലിക്കയുടെ നേരെ എതിർ സൈഡിലായിട്ടാണ് പുതിയ ബസിലിക്ക പണിതിരിക്കുന്നത്. വളരെ വലിയൊരു ദേവാലയമാണിത്. 2000-ലാണ് ഇതിന്റെ പണി പൂർത്തിയാകുന്നത്. രാവിലെ 9 മണിക്കാണ് ഈ ബസിലിക്ക തുറക്കുക. ഈ ബസിലിക്കയും സന്ദർശിച്ച ശേഷം ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് അല്പനേരം ഇവിടെ പ്രാർത്ഥിച്ച ശേഷം ഞങ്ങൾക്ക് ലിസ്ബണിലേക്ക് തിരിച്ചു പോകണം. 10 മണിയാകുമ്പോഴേക്കും നമ്മുടെ ബസ് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ വരെ ജീവിതാഭിലാഷങ്ങളിൽ ഒന്നായിരുന്ന ഫാത്തിമ തീർത്ഥാടനം ഇന്ന് ഞങ്ങൾക്ക് സാധ്യമായി കഴിഞ്ഞിരിക്കുന്നു. ഇത്തരമൊരു യാത്ര ജീവിതത്തിൽ നടക്കുമെന്ന് ഞങ്ങളും കരുതിയിരുന്നതല്ല. ദൈവസഹായത്താൽ യാതൊരു കുഴപ്പം കൂടാതെ അതും നടന്നു. ഇനി ഞങ്ങൾ ലിസ്ബണിലേക്ക് തിരികെയാണ്. ലിസ്ബണിലെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഫാത്തിമ വീഡിയോയുടെ അവസാന ഭാഗമായി ഞങ്ങൾ താമസിച്ച ഹോട്ടലും ഇവിടെ ഞങ്ങൾ കഴിച്ച ഭക്ഷണവും ഉൾപ്പെടുത്തുന്നു. നമ്മുടെ റൂമുകളൊക്കെ ഇവിടെയാണ്. ഇതാണ് ഒരു റൂം. ഇതൊരു ട്രിപ്പിൾ റൂം. എല്ലായിടത്തും നല്ല പുറത്തേക്കുള്ള നല്ല വ്യൂ ആട്ടോ. നല്ല ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് മറ്റൊരു റൂമാണ്. അത് 2 പേർ റൂം. ഇത് മറ്റൊരു റൂമാണ്. ഇവിടെയും 2 പേരുടെ റൂമാണ്. എല്ലായിടത്തും നല്ല ബാൽക്കണി, നല്ല വ്യൂ ആണ്. എല്ലായിടത്തും പുറത്തേക്ക് കഴിഞ്ഞാൽ ബാൽക്കണിയും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ട്. പിന്നെ അടുത്ത റൂം കാണാം. എല്ലായിടത്തും ടോയ്ലറ്റ് ബാത്റൂമൊക്കെ അറ്റാച്ച്ഡ് ആട്ടോ. എല്ലായിടത്തും നല്ല സെറ്റപ്പ് ബാത്റൂമുകളാണ് എല്ലായിടത്തും ഉള്ളത്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മറ്റൊരു റൂമാണ്. ഇത് 4 പേരുടെ റൂമാണ്. ഒരു ബാൽക്കണിയൊക്കെയാണ് ഇവിടെ എല്ലായിടത്തും ഉള്ളത്. അത് നമ്മുടെ ഫാത്തിമയുടെ ഇത് തൊട്ടടുത്ത് തന്നെയാണ്. Facciamo tipo degli orari quando ci va la tua camera, di chi è? ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. ഇവിടെ ഒത്തിരി സോവനി ഷോപ്പുകളുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോരാണ്. അവരൊക്കെ ലിഫ്റ്റിൽ പോവാണ്. ഞങ്ങൾ മുകളിലേക്ക് നടന്നു കയറുകയാണ്. തനത് പോർച്ചുഗീസ് വിഭവങ്ങൾ നിരവധി ലഭിക്കുന്ന ഒരു റെസ്റ്റോറൻ്റാണിത്. ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾക്ക് വിശദീകരിച്ചു തരികയാണ്. നമുക്ക് ഒത്തിരി ഫുഡുകളുണ്ട് ഇവിടെ. മിക്കവാറും എല്ലാം തന്നെ പോർച്ചുഗീസ് ഫുഡുകളാണ്. ബക്ല ഉൾപ്പെടെയുള്ള നിരവധി പോർച്ചുഗീസ് ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് സാധിച്ച ഒരു റെസ്റ്റോറന്റ് ആയിരുന്നു ഇത്. നമ്മുടെ നാട്ടിലെ കറികളോട് സാമ്യമുള്ള പലതും ഇവിടെ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചു. പക്ഷേ ഇവരുടെ കോളനികളുടെ സ്വാധീനം വഴി ഇവർക്ക് ലഭിച്ചതോ അല്ലെങ്കിൽ ഇവർ വഴി ഇവരുടെ കോളനികളിൽ എത്തിപ്പെട്ട ഫുഡായിരിക്കാം. മത്സ്യവും മാംസവും അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ നിരവധിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്.